ഹായ് ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ വരുണിന് ജോലി കിട്ടിയ കാര്യമൊക്കെ. അപ്പൊ ഇന്ന് ഞങ്ങള് ഇപ്പൊ വരുണിന് കുറെ നാള് ജോലി ഇല്ലാതെ ഇപ്പൊ ഏകദേശം ഒരു മാസം ജോലി ഇല്ലാതെ വരുന്നോണ്ട് അപ്പൊ നമ്മളിപ്പോ വരുണിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊന്നും വാങ്ങാറില്ല. ലൈക്ക് ഫുഡിനുള്ളത് വരുൺ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഫുഡ് ഐറ്റംസ് ഒന്നും ഇപ്പൊ വാങ്ങാറില്ല. അപ്പൊ ഇന്ന് പോയിട്ട് ആ ഒരു പർച്ചേസും പിന്നെ വരുണിന് എപ്പോഴും നിങ്ങൾ എന്നെ കാണാറില്ല ഈ ഒരു ജാക്കറ്റിലാണ്. കുറെ നാളായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ജാക്കറ്റ്. അപ്പൊ ഇതൊന്ന് മാറ്റാമെന്ന് കരുതി. ഇപ്പൊ വേറെ നമ്മൾ ജോലിക്ക് പോകണ കാരണം പുതിയ ജോലിയാണ്, എന്താ പുതിയ ആൾക്കാർ. അപ്പൊ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ഒരു നല്ല വലിയൊരു കാര്യമാണല്ലോ ഈ എന്താ നമ്മൾ പുറത്തേക്ക് ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. എന്നാലും എന്താ പറയുക, ഞാൻ ഈ ഇവിടെ കാനഡയിൽ വന്നിട്ട് ഇതുവരെയും ജോലി വേറെ മാറിയിട്ടില്ല. ആ ഒരു ജോലി തന്നെ ആയിരുന്നു, മനസ്സിലായില്ലേ. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ജോലിയിലോട്ട് പോകണം. അപ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്നെ എന്താ പറയുക ഒന്ന് ചേഞ്ച് ചെയ്യാം, നമ്മുടെ ഈ അറ്റയറും കാര്യങ്ങളെല്ലാം ഒന്ന് ചേഞ്ച് ചെയ്യാം. അതാണ് അപ്പം എന്താ പറയുക എനിക്കൊരു ജാക്കറ്റ് വാങ്ങണം. അതെൻ്റെ ഒരു മെയിൻ കാര്യമാണ്. പിന്നെ നല്ലൊരു എന്താ പറയുക ഒരു ഷർട്ടൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. എന്തായാലും ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് എന്താ പറയുക ഇപ്പം ഇങ്ങോട്ട് വാൾമാർട്ട് ജാക്കറ്റ് എനിക്ക് സ്വാദ് ഇട്ടേക്കണ ജാക്കറ്റ് ഉണ്ടല്ലേ കണ്ടാ, ബ്ലാക്ക് കണ്ടാ, അങ്ങനത്തെ ഒരു ജാക്കറ്റ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇത് വാൾമാർട്ടിൽ നിന്നാണ്. അപ്പൊ നമുക്ക് വാൾമാർട്ട് പോയി നോക്കാം. പിന്നെ മറ്റേ ഇതൊക്കെ വാങ്ങണം, എന്താ പറയാ കൊണ്ടുപോകാനുള്ള ബണ്ണ്, അതിന്റെ ഉള്ളിൽ വെക്കാനുള്ള ഞാൻ ഈ ബർഗർ പോലുള്ള ചെറിയ ഐറ്റംസ് ഒക്കെയാണ് ഞാൻ കൊണ്ടുപോകാറുള്ള ജോലിക്ക് പോകുമ്പോൾ. പിന്നെ ചെറിയൊരു ഡബ്ബയിൽ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകും. ഫ്രൂട്ട്സ് വാങ്ങണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നപ്പോ വരുണ്ട ജോലിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകാം. നമ്മളിപ്പോൾ വാൾമാർട്ടിൽ കയറിയേക്കാണ്. ഇവിടെ എന്താ നമ്മളിപ്പോൾ ജാക്കറ്റ് നോക്കി, പക്ഷെ ജാക്കറ്റ് ഉദ്ദേശിച്ച ജാക്കറ്റ് ഇവിടെ ഇല്ല. ഇനി ഇവിടുന്ന് വാൾമാർട്ടിൽ ഇനി നമ്മൾ വാൾമാർട്ടിൽ നിന്ന് ഇറങ്ങി വിന്നാസിൽ കയറി നോക്കണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ ബണ്ണ്, ജോലിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെയാണ് മേടിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അത് നോക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് വിന്നേഴ്സിലോട്ട് പോകാം. ഓക്കെ, എടുക്ക്. എന്തുണ്ടാക്കാനാ? വേറെ മോനെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അവിടുന്ന് കിട്ടിയ അതെന്താ അത്? ഇവിടെ ഉണ്ടാവും പരിപ്പ്. ഈ പരിപ്പാ മോനെ, ഈ പരിപ്പാ നമ്മൾ കഴിഞ്ഞോണ ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നാ ഗ്രീൻ പരിപ്പ് എടുത്ത് വെച്ചിട്ട്, പക്ഷെ ഇത് ഭയങ്കര വലുതാ. ഒരെണ്ണം എടുത്തോ.
ഒരു പച്ച ഫീലിംഗ് ഇല്ലേ ഗൈസ്? അത് കരിക്കാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ കരിക്ക്, പക്ഷെ വിയറ്റ്നാം പ്രൊഡക്റ്റ് ആണ്. അതെ. എന്തിട്ടാണ്? ഗ്രീൻ പീസോ? ഓക്കെ. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. And guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, okay. കൈ പിടിച്ചോ ജസ്റ്റ് ഉണ്ടോ? നമ്മൾ കൈ പിടിച്ചോ. ആ കൈ പിടിച്ചോ. നീ ഇത് നോക്കി. അത്ര രൂപ. അത് കൈ പിടിച്ചോ. പിന്നെ ആ ഇത് നോക്കി. ഇതിനൊക്കെ തൊപ്പിയുണ്ട്. അപ്പുറത്തെ സൈഡിലുണ്ട്, നോക്കണം. അത് രണ്ടും കൈ പിടിച്ചോ. പക്ഷെ അത് ഷർട്ട് ക്വാളിറ്റിയാന്ന് തോന്നുന്നു കേട്ടോ. അല്ല ടോമി ഹിൽഫിഗർ. അതൊരുമാതിരി മോൻ ഈ ഒരുമാതിരി ഇതിന് പോണമല്ലോ. ഇത് നോക്ക്, ഇത് ഇവിടെ നോക്കട്ടെ ഏതാ സൈസ്. ഏതാ സൈസ്? ചെറിയ സൈസാണോ? ഇത് 3 ഇട്ട് നോക്കാം. ഇതിൽ നല്ലതാണ് നോക്കുമ്പോൾ. ജസ്റ്റ് ഇപ്പോൾ ഇതിൽ ബ്ലാക്ക് കിടക്കുന്നുണ്ട്. മതിയില്ലേ ബിബു? കാണിച്ച് എത്രനോട് ട്രൈ ചെയ്ത് നോക്കാൻ പോകാം. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. ഇത് ഇത്തിരി ഒതുങ്ങി കിടന്ന് നല്ലതാട്ടോ ബിബു.
ഇട്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോനോ. ഈ ബ്ലൂ തന്നെയാണ് നല്ലത്. ആ ബ്ലൂ ഏതാ മോനെ സെലക്ട് ചെയ്തേ? ഞങ്ങൾ ഐക്യകണ്ഠേന ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏത് അത് കറക്റ്റ് ആയിരിക്കും മോളെ. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിത് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ചെറിയ ജനലിൽ കൂടി കയറ്റി നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അല്ലെങ്കിൽ എല്ലാ സാധനവും പൊക്കി പിടിച്ച് അപ്പുറത്ത് കൂടി കറങ്ങി തിരിഞ്ഞൊക്കെ വരേണ്ടി വരും. അതിനേക്കാളും നല്ലത് നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തുള്ളതില്ല. അതെ, അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി എല്ലാം കഴിഞ്ഞു. ഇനി എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടെന്നിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറി പോയത് ഞങ്ങൾ അധികം ഷോട്ടൊന്നും എടുത്തില്ല. കാരണം എന്താ പറയുക, അത് വേറൊരു ഷോട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിലാവട്ടെ, അതായിരിക്കും നല്ലത്. കാരണം അത് കുറേ കാണുന്നത് എടുക്കാത്തത് നോർമൽ ഞങ്ങൾ ഇന്ത്യൻ സ്റ്റോറി പോണത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെ, അതുപോലെയൊക്കെ തന്നെ വലിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ. പഞ്ചാബി അതെ, ഇത് നോർമലി നമ്മൾ പോയ ഇന്ത്യൻ സ്റ്റോർ ഗുജറാത്തി സ്റ്റോർ ആയിരുന്നു, പക്ഷെ ഇത് പഞ്ചാബികളുടെയാണ്. അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ട്, അത്ര അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത് സ്വാധീനം. നമ്മുടെ നൈറ്റ് ഡ്രസ്സിലോട്ട് മാറി. ഞാൻ ഇനി മാറാൻ പോകണുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ചെല്ലട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നു കൊള്ളുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ.